സർ, ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി പെൺകുട്ടി സാവറിയ ബസന്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക്, ഉസ്ബെക്കിസ്ഥാനിലേക്ക് പഠനത്തിനായിട്ട് എത്തിച്ച റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ നടത്തിപ്പുകാരൻ, ഉടമസ്ഥാവകാശി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗ്, ഒരു പ്രമുഖനായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത് എന്ന്. ഈ സദറുൽ അനം സഹപാഠി സുഹൃത്ത് നിരന്തരമായിട്ട് ഇസ്ലാം മതത്തിലേക്ക് വരണം, മതം മാറ്റാനായിട്ട് ഈ ഹിന്ദു പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു, നിർബന്ധിപ്പിച്ചു. അതിന് വഴങ്ങാത്തതിനെ തുടർന്ന് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ രീതിയിലാണ് ബന്ധുക്കളടക്കം ആരോപണം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരണം. അത് പുറത്തു വരണമെങ്കിൽ വളരെ കറക്റ്റായിട്ടുള്ള, ശരിയായ രീതിയിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണം, മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനൊന്നും യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പല മാധ്യമങ്ങളും തയ്യാറല്ല. കാരണം ഇവിടെ പ്രതി എന്ന് പറയുന്നത് സദറുൽ അനമാണ്. സദറുൽ അനം ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഭയക്കുകയാണ് പല മാധ്യമങ്ങളും, മാധ്യമപ്രവർത്തകരൊക്കെ. അപ്പോൾ ഇതിലിപ്പം പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ, അതായത് ഈ മുസ്ലിം ലീഗ് നേതാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തൽ, എന്താണ് അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? എന്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ? ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജിന്റെ ഒരു അംഗീകൃത ഏജൻസിയാണ് ഈ കുട്ടികളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിക്കെതിരെ സംസ്ഥാന പോലീസിന് പരാതി കിട്ടിയ സ്ഥിതിക്ക് കേരള പോലീസ് ഇപ്പം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണെന്നാണ്. ക്രൈംബ്രാഞ്ച് ഈ ഏജൻസിക്കെതിരെ അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആദ്യത്തെ ചോദ്യം. ക്രൈംബ്രാഞ്ച് നിശ്ചയമായിട്ടും ഈ ഏജൻസിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ ഏജൻസിക്കെതിരെ പോലീസ് നീങ്ങുമോ എന്നുള്ള സംശയം. കാരണം ഉന്നത ബന്ധങ്ങളുള്ള അതായത് കേരളത്തിലെ ഭരണകക്ഷി UDF രണ്ടാമത്തെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഒരു പരമോന്നത നേതാവിന്റെ പിന്തുണ ഈ സ്ഥാപനത്തിനുണ്ട് എന്നാണ് നമുക്ക് ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരിയായ KP ശശികല പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് അവർ ഉന്നയിച്ച ഒരു ആരോപണത്തെ ആരും തള്ളിയിട്ടില്ല, ആരും അവർക്കെതിരെ കേസും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കത് തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഈ ഏജൻസിയെ എത്രമാത്രം അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ വിഷയം, കൊലയാളിയുടെ അമ്മ, സദറുൽ അനം എന്ന കൊലയാളിയുടെ അമ്മ പെൺകുട്ടിയെ നിരന്തരമായിട്ട് വിളിച്ചിരുന്നു എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവർ ഈ വീട്ടുകാർക്കെതിരെ, പ്രത്യേകിച്ച് അമ്മയ്ക്കെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. കാരണം ഈ വിഷയം നിരന്തരമായിട്ട് ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് അമ്മയ്ക്ക് ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കിട്ടിയത്? മകൻ കൊടുത്തിട്ടായിരിക്കണമല്ലോ. അപ്പൊ എന്താണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക്, കൊലയാളിയായ സദറുൽ അനത്തിന്റെ അമ്മയ്ക്ക് വ്യക്തമായിരിക്കണം, അവർക്ക് അറിയാൻ കഴിയണം. അതാണ് എനിക്ക് തോന്നുന്നത്. സാർ പറയുന്നത് നമുക്ക് മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കെതിരെ കേസെടുക്കുമോ? ഈ അമ്മ നിരന്തരമായിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ മറ്റ് ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സദറുൽ അനത്തിന്റെ കുടുംബത്തിനെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇപ്പൊ സാധാരണ നാട്ടിൻപുറത്തെ കൊച്ചു കള്ളന്മാരെ പോലും കിട്ടിയില്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു രീതി കേരള പോലീസിനുണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മുട്ടിടിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംശയം. അത് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതൊക്കെ ഞാൻ പറയുന്നത് കുട്ടിയുടെ വീട്ടുകാര്
പൊതുവിടത്തിൽ മാധ്യമങ്ങളിൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള സംശയങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്. ജനീഷ് എന്നുള്ളത് എന്ന കുട്ടിയുടെ ചിറ്റപ്പൻ, അതായത് അച്ഛന്റെ പിതാവിന്റെ സഹോദരൻ, മിസ്റ്റർ ജനീഷ് ഉസ്ബെക്കിസ്ഥാനിലെ ഈ ബുഖാറ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹം സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. അങ്ങനെ ബുഖാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിനെ ചില ആൾക്കാർ സമീപിച്ചിട്ട് ഈ കേസിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തണം എന്നാവശ്യപ്പെടുകയും അദ്ദേഹം അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും ചെയ്തു. ആരാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ ശ്രമിച്ച വ്യക്തികൾ? ആ വ്യക്തികൾക്ക് കേരളത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം ഈ പല ഇസ്ലാമിക രാജ്യങ്ങളിലും, ഇപ്പൊ സൗദി അല്ലെ യമന്, ഇപ്പൊ നമുക്കറിയാം, ചോരപ്പണം കൊടുത്തു കഴിഞ്ഞാൽ കേസ് ഒത്തുതീർപ്പാക്കാം. അതാണ് അവിടുത്തെ ഒരു രീതി. അതായത് വാദിയുടെ, ഇരയുടെ വീട്ടുകാരെ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ അവിടെ പ്രതി രക്ഷപ്പെടും. ഇരയുടെ വീട്ടുകാർക്ക് കൊല്ലപ്പെട്ട ആളിനെ, കൊല്ലപ്പെട്ട ഇരയുടെ ഒരു നഷ്ടപരിഹാരം ചോദിച്ചിട്ട് പണം വാങ്ങിച്ചുകൊണ്ട് പ്രതിയെ വിട്ടയക്കാം. അങ്ങനെ ഒരു നിയമമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂത്രപ്പണിക്കാണോ ഇദ്ദേഹത്തെ എന്തെങ്കിലും പൈസ കൊടുത്ത് വീട്ടുകാരെ അങ്ങ് വിലക്കെടുക്കാനുള്ള ശ്രമമാണോ? അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ട്? ഇനി അതിന്റെ പിന്നിൽ നാളെ കേരളത്തിൽ പിരിവ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേണമെങ്കിലും ഇവിടെ ചെയ്യാം. കാരണം ഇവിടെ പല ഗൾഫില് കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട പലരെയും രക്ഷിക്കാനായിട്ട് ഇവിടെ കൊലപ്പണം പിരിക്കുന്ന ഏർപ്പാട് കേരളത്തിൽ ഒരു വലിയ കലാപരിപാടിയായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുള്ള ഒരു കുറ്റവാളിയെ എന്തിനാണ് രക്ഷിക്കുന്നത്? ഇന്ത്യയിലാണെങ്കിൽ അത് നടക്കൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളിനെ രക്ഷിക്കാൻ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ ഈ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്, കേരള പോലീസ് ഇപ്പൊ ഒരു കേസ്, ഇവരുടെ ലോക്കൽ പോലീസ് അവരുടെ പരാതിയിന്മേൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുന്ന് അയച്ച പല സാധനങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലാപ്ടോപ്പ്, രക്തം പുരണ്ട വസ്ത്രങ്ങൾ, ലാപ്ടോപ്പ്, ഇതൊന്നും പരിശോധിക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഇതുവരെ നമ്മൾ അറിഞ്ഞ പല കാര്യങ്ങളും അത്ര ശരിയല്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദാംശങ്ങൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. കാര്യം എന്തെന്നാല്, ഈ ഒരു ലാപ്ടോപ്പ് വെച്ച് തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ആദ്യം പറയുന്നു. പക്ഷേ നമുക്കറിയാം, എന്തായാലും ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കയ്യിലിരിക്കുന്നത് നല്ല വിലയുള്ള ഒരു ലാപ്ടോപ്പ് ആയിരിക്കും. ഈ ലാപ്ടോപ്പ് വെച്ച് ഒരടി അടിക്കുമ്പോൾ തന്നെ ലാപ്ടോപ്പ് പൊട്ടില്ലേ? നമ്മൾ സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ശക്തമായ ഒരു അടി അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തലക്കടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് ഉപയോഗിച്ച് കാൽപാദം മുതൽ തല വരെ തല്ലി ചതച്ചിരിക്കുകയാണ് നിഷ്ഠൂരമായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ലാപ്ടോപ്പ് ഉപയോഗിച്ച് അങ്ങനെ തല്ലി ചതയ്ക്കാനൊന്നും പറ്റത്തില്ല. അതിനു മുമ്പ് ആദ്യത്തെ അടിയിൽ ലാപ്ടോപ്പ് പൊളിഞ്ഞ് പാളീസാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചല്ല കൊന്നിരിക്കുന്നത്. ഈ കൊലക്കേസുകളിൽ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. കൊലക്കേസുകളിലൊക്കെ 2-3 പ്രധാന തെളിവ്. ഒന്ന്, ഈ ശവശരീരം വലിയൊരു തെളിവാണ്. ശവശരീരം ഇല്ലെങ്കിൽ കൊലയാളി രക്ഷപ്പെടും. കൊല്ലാൻ ഉപയോഗിച്ച ആയുധം അത് വലിയൊരു തെളിവാണ്. കൊലപാതകയുടെ മോട്ടീവ് അത് കോടതിയിൽ പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പോൾ ഈ ആയുധം, ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് കൊന്നു എന്നൊരു വാർത്ത ആദ്യമേ പറഞ്ഞു വരുത്തി കോടതിയിൽ വരുമ്പം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് കൊല്ലാൻ പറ്റില്ല എന്ന് വരും. സ്വാഭാവികമായിട്ട് കേസ് തള്ളിപ്പോകും. പിന്നെ കൊലപാതകയുടെ മോട്ടീവ് അറിയണമെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടൂടെ സംസാരിക്കണം. കൊലപാതകയുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വിവരം അറിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ പെൺകുട്ടിയെ കൊലപാതകയുടെ അമ്മ നിരന്തരം വിളിക്കുന്നു എന്നുള്ള വാർത്ത പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പൊ പറയുന്നത്. അപ്പൊ അങ്ങനാണെങ്കിൽ മോട്ടീവ് അറിയാനായിട്ട് നിശ്ചയമായിട്ടും അവർക്ക് പറയാൻ പറ്റും. പിന്നെ ഈ മതപരിവർത്തനത്തിന് കുട്ടിയെ നിർബന്ധിച്ചു എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാര് വളരെ കൃത്യമായിട്ട് ഈ അഭിപ്രായം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ആ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ ഇടത്തോ ആരും ഇടപെട്ടില്ല എങ്കിൽ അവിടെ മൊത്തത്തിൽ ഇതൊരു തട്ടിപ്പ് കേന്ദ്രമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കേരള പോലീസിന് ഇത് അന്വേഷിക്കാനുള്ള ജുറിസ്ഡിക്ഷൻ ഉണ്ടോ
എന്നുള്ളതാണ്. ശരിക്കും ഈ കേസ് അന്വേഷണത്തിന്റെ നിർണായകമായ സമയം കേരള പോലീസിന്റെ കയ്യിൽ കേസ് എത്തുന്നതോടുകൂടി കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത അല്ലേ ഉള്ളത്. കാരണം ഇത് CBI അതുപോലെ ദേശീയ തലത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെ കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റും? എനിക്ക് അറിഞ്ഞുകൂടാ. നിയമപരമായിട്ട് അതിന് സാധിക്കത്തില്ല എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് തോന്നുന്നത്. പല അഭിപ്രായങ്ങളും മാധ്യമങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മറ്റൊരു വിഷയം ഇവിടെ വരുന്നത്, പെൺകുട്ടിയുടെ വീട്ടുകാര്, ഇരയുടെ വീട്ടുകാർ പറയുന്നത് ഈ കുട്ടിയെ ആവാനുള്ള ഒരു സാധ്യതയാണ്. ഈ സദറുൽ അനം എന്ന കൊലപാതകി കുട്ടിയെ തടവിലാക്കി ഉണ്ടായിരിക്കണം. കാരണം പെൺകുട്ടിയുടെ അച്ഛൻ തൊട്ട് മുമ്പത്തെ ദിവസം 2 ദിവസം മുമ്പ് പെൺകുട്ടിക്ക് ഫോൺ ചെയ്തപ്പോൾ തിരിച്ച് കോൾ വന്നില്ല, കോൾ അറ്റൻഡ് ചെയ്തില്ല, മാത്രമല്ല തിരിച്ചു വിളിച്ചുമില്ല. പകരം മെസ്സേജാണ് അയച്ചത്. അപ്പൊ മെസ്സേജ് ആർക്കും അയക്കാവില്ല. എന്റെ ഫോൺ ഇപ്പം ഗൗതത്തിന്റെ കയ്യിലാണെങ്കിൽ ഗൗതത്തിന് മെസ്സേജ് അയക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. വിളിച്ച് സംസാരിക്കുമ്പോഴല്ലേ ഞാനല്ല എന്ന് മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ മെസ്സേജ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും മറച്ചു വെക്കാനാണ് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ കേസിന്റെ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ഈ കേസ് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലതെന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ, ഞാൻ കേരള പോലീസിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, പക്ഷേ കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷന്, കേരള പോലീസിന്റെ അന്വേഷണ പരിധിക്ക് അപ്പുറം നിൽക്കുന്ന ഒരു കാര്യത്തിൽ പോലീസിനെ ചുമതലപ്പെടുത്തിയാൽ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുകയും ഇതിനുള്ളിൽ പ്രതിയുടെ കൂട്ടാളികൾക്കും പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇനിഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്ന സ്ഥാപനം, ഏജൻസി ഉടൻ തന്നെ പൂട്ടിക്കെട്ടേണ്ടതല്ലേ? ഇതിലെ പ്രധാനപ്പെട്ട കക്ഷികളെ പോലീസ് കസ്റ്റഡിയിൽ, ഞാൻ അറസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? അവരിൽ നിന്ന് വിശദീകരണം തേടേണ്ടതല്ലേ? പെൺകുട്ടിക്ക് സംഭവിച്ച എന്താണ് എന്ന് പിന്നെ നമ്മുടെ പല ഏജൻസികളുണ്ടല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാരിനാണ് എനിക്ക് തോന്നുന്നു ഇതിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ റോൾ എടുക്കാനുള്ള. ഇന്ത്യൻ എംബസി അവിടെ, തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഉസ്ബെക്കിസ്ഥാൻ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുള്ള രാജ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ്. ഉസ്ബെക്ക്, താഷ്കന്റ് പിന്നെ തജിക്കിസ്ഥാന്, കിർഗിസ്ഥാന്, ഇതൊക്കെ തന്നെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗങ്ങളാണ്. ഈ ഉസ്ബെക്കുകൾ പഴയ കാലം തൊട്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബനും ഉസ്ബെക്കിസ്ഥാനിലെ അബ്ദുൾ റഷീദ് ദോസ്റ്റം എന്ന ഉസ്ബെക്ക് നേതാവായിരുന്നു പണ്ട് നോർത്തേൺ അലയൻസിന്റെ നേതാവ്. അബ്ദുൾ റഷീദ് ദോസ്റ്റവും താലിബനെതിരെയുള്ള സൈന്യത്തെ നയിച്ചിരുന്നത് അബ്ദുൾ റഷീദ് ദോസ്റ്റമാണ് ആദ്യം. പിന്നെ അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്. അതുപോലെ തജിക്കുകളും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബന്ധമുള്ള സ്ഥലം തന്നെയാണ് തജിക്കും ഉസ്ബെക്കും ഒക്കെ തന്നെ. കാരണം സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞ ശേഷം ഇവിടെയൊക്കെ തന്നെ പല രീതിയിലുള്ള സ്വാധീനങ്ങൾക്ക് വിധേയമാകുന്ന ഒരുപാട് സംഘടനകളുണ്ട്. എന്തായാലും ശരി, ഇത് വളരെ ലളിതമായിട്ട് രണ്ട് കുട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു കുട്ടിയെ കാല് മുതൽ തല വരെ ഇഞ്ചിഞ്ചായിട്ട് ഒരാൾ തല്ലിച്ചതയ്ക്കണമെങ്കിൽ അയാൾക്ക് നിശ്ചയമായിട്ടും തീവ്രവാദ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ്, കൊലപാതകത്തിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇത് ഏതെങ്കിലും മതകോടതിയുടെ ശിക്ഷാവിധി പ്രകാരമാണോ ഇത് ചെയ്തതെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇത്തരം കൊലപാതകങ്ങളിലൊക്കെ തന്നെ മതപരമായ ശിക്ഷകളും ഇന്ന രീതിയിൽ കൊല്ലണമെന്നും അത്തരം കൊലയാണോ ഇവിടെ നടന്നിരിക്കുന്നത്? ഇതൊക്കെ പിന്നെ മൂടി വെക്കാനുള്ള ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടരുത്. എന്തായാലും ഇപ്പൊ BJP, നമ്മൾ ആദ്യം 2 ദിവസം BJP കുറ്റം പറഞ്ഞിരുന്നു, കാരണം അവരും ഇതിൽ അനങ്ങുന്നില്ലായിരുന്നു. ഇപ്പോ BJP ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് ഇടപെടുകയും അഭിപ്രായപ്പെടുകയും അവർ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കുട്ടിയുടെ കൊലപാതകിയെ പരമാവധി ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. ഒരു കുറ്റവാളിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ചില സ്ഥാപിത താല്പര്യക്കാരെ, ഭീകരവാദികളെ, അവരെ ഒറ്റപ്പെടുത്തേണ്ടത് മുഴുവൻ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇന്നത് സാവരിയൊക്കെയാണെങ്കിൽ നാളെ നിങ്ങളുടെ സഹോദരിക്കോ മകൾക്കോ ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അനന്തരവൾക്കുണ്ടാകും. എന്തായാലും ശരി, ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെ കേരള ഗവൺമെന്റ് ഈ കേസ് ഏറ്റെടുക്കുകയും കേന്ദ്ര സർക്കാർ
കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കുകയും ചെയ്യട്ടെ. സത്യം പുറത്തു വരാൻ വരെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.